മനുഷ്യരാണ്. മനുഷ്യരെല്ലാം പാപികളാണ്. പാപികളായ നമ്മളെല്ലാം മരിക്കുന്നവരാണ്. മഹാദൈവം നമ്മെ ന്യായം വിധിക്കും. അനന്തരം നിത്യമായ നരകത്തിലേക്ക് പോകണം. എന്നാൽ ഈ ഐഹിക ജീവിതകാലത്ത് ഈ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ചാൽ നിങ്ങൾ നിത്യജീവന്റെ പങ്കാളികളായിത്തീരും. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് അവന് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഒരു തീരുമാനം മാത്രം മതി. 1957 ഒടുവിലെത്തിയ നാളിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 14-ാമത്തെ വയസ്സിൽ ഞാൻ കോൺഗ്രസിന് വേണ്ടി ഒരിക്കൽ കീജെ പറഞ്ഞു. പി നീലകണ്ഠപിള്ള തിരുവട്ട ക്ഷേത്ര മൈതാനത്തിൽ പ്രസംഗിക്കുമ്പോൾ അന്ന് 12 വയസ്സുണ്ട്. അന്ന് ഞാൻ അവിടെ പ്രസംഗം കേൾക്കാൻ പോയി. ഞാൻ മലയാളം 7ാം ക്ലാസ്സിലെത്തിയ കാലം പ്രസംഗം കേൾക്കാം. എല്ലും തോലുമായിരിക്കുന്ന ഒരു മനുഷ്യൻ തിരുവട്ട ക്ഷേത്ര മൈതാനിൽ പ്രസംഗിക്കുന്നു. പി നീലകണ്ഠപിള്ള അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഉത്തരവാദിത്വ ഭരണം വേണം, നമുക്ക് വേണം സ്വാതന്ത്ര്യം, നമുക്ക് വേണം ഉത്തരവാദിത്വ ഭരണം. എല്ലും തോലുമായിരിക്കുന്ന മനുഷ്യൻ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി സിപിയുടെ പോലീസ് ഫുള്ളാണ്, വിദ്യാർത്ഥികളെ സമരരംഗത്തിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആവേശം കൊണ്ട് ഞാനും പറഞ്ഞു വേണം ഉത്തരവാദിത്വ ഭരണം എന്നൊക്കെ ഞാനും പറഞ്ഞു. ഞാൻ ആവേശം കൊണ്ട് പി നീലകണ്ഠപിള്ള കീജെ, പട്ടംതാണുപിള്ള കീജെ, സ്റ്റേറ്റ് കോൺഗ്രസ് കീജെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കീജെ എന്നൊക്കെ ഞാനും പറഞ്ഞു. ആവേശത്തോടെ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നു. കുട്ടികളോടെല്ലാം പറഞ്ഞു ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടി സമരം ചെയ്യാൻ ഇറങ്ങണം വിദ്യാർത്ഥികളെയെന്ന്. എൻ്റെ ക്ലാസ് മാസ്റ്റർ കറുത്ത പത്മനാഭപിള്ള, എൻ്റെ പച്ചതിന്നി പത്മനാഭപിള്ള എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹെഡ് മാസ്റ്റർ വെളുത്ത പത്മനാഭ, രണ്ടും കസിൻ ബ്രദേഴ്സാണ്. രണ്ടുപേരും എൻ്റെ അച്ഛന് നന്നായിട്ട് അറിയും. എൻ്റെ അച്ഛൻ പ്രസിദ്ധനാണ്, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. രാമൻപിള്ളയുടെ മോനാണ്. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ എന്നെ ക്ലാസ് മുറിയിലേക്ക് വിളിച്ചു. കൃഷ്ണൻകുട്ടി, കുട്ടികളോടൊക്കെ എന്താണ് വിഷം കുത്തി വയ്ക്കുന്നത്? ഞങ്ങൾ ചിത്രത്തിരുന്ന മഹാരാജാവിൻ്റെ ഉപ്പും ചോറും നിന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാര്യം, കുട്ടികളോട് ഇതൊന്നും പറയരുത്. മറ്റന്നാൾ ജന്മജയന്തി കൊണ്ടാടണം ചിത്രനാൾ മഹാരാജാവിൻ്റെ, വഞ്ചിപ്പാട്ടുമൊക്കെ അവിടെ വെച്ച് വരണം. അതുകൊണ്ട് ഇന്ന് പോയിട്ട് മറ്റന്നാൾ വരുമ്പോൾ വഞ്ചിപ്പാട്ട് പഠിക്കണം, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു സാർ, വഞ്ചനപ്പാട്ട് തഞ്ചത്തിന് പാടാൻ ഞങ്ങൾ കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. കൃഷ്ണൻകുട്ടി രാമൻപിള്ളയുടെ മോനാണ്, നോക്കിയില്ല. അതുകൊണ്ട് മറ്റൊന്നാൾ വഞ്ചിപ്പാട്ടും പഠിച്ചു വരണം. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ 1 രൂപ വേണം. അമ്മ 1 രൂപ തന്നു. അതുകൊണ്ടൊരു ഗാന്ധി തൊപ്പി ഉണ്ടാക്കി ചരിച്ചു വെച്ചു. കാരണം ഈ പി നീലകണ്ഠപിള്ള ചരിച്ചു വെച്ചു, അതാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പാണ്ഡിത്യം. അതുകൊണ്ട് ഞാനത് ചരിച്ചു വെച്ചിട്ട് നേരെ സ്കൂളിൽ ചെന്നു. തിരുവട്ടാർ MM സ്കൂളിൻ്റെ സ്കൂൾ കുറച്ച് ഉള്ളിലാണ്, റോഡ് സൈഡിലാണ് ഗേറ്റ്. അവിടെ എത്തി. അവിടെ സാറിന് അറിയാം കൊച്ചനാണെങ്കിലും പറഞ്ഞാൽ നിശ്ചയമായും ചെയ്യുമെന്ന്. ഞാൻ സ്കൂളിൻ്റെ വാതിക്കലെത്തിയപ്പോൾ സാറന്മാരെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഞാൻ വരുന്ന കാലം. അപ്പോൾ എന്നെ കണ്ടപാടെ എൻ്റെ ക്ലാസ് മാസ്റ്റർ വിളിച്ച് പറഞ്ഞു നിൽക്കണ അവിടെ. ഞാൻ നിന്ന് അനുസരിക്കണമല്ലോ. സാറ് പറഞ്ഞു എടുക്കണ തൊപ്പി. ഞാൻ പറഞ്ഞു ക്ഷമയോട് സാർ എടുക്കില്ല. സാർ പിന്നെയും ഗർജിച്ചു എടുക്കണ തൊപ്പി. ഞാൻ സ്വല്പം സ്വരം ഉയർത്തി എടുക്കില്ല സാർ. സാർ പിന്നെ 3ാമത് പറഞ്ഞു എടുക്കണ തൊപ്പി. എടുക്കില്ല സാർ എന്ന് ഞാനും. സാർ പറഞ്ഞു ഇറങ്ങടാ പുറത്ത്. തൊട്ടുമൂളി പോലീസ് സ്റ്റേഷൻ, തിരുവട്ടാർ പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് പപ്പുള്ള സാർ SI വിളിച്ചു പറഞ്ഞു കയറി വാടാ ഇവിടെ. 2 പോയില്ല. കുറേ നേരം അവിടെ സാർ പറഞ്ഞു. അപ്പോൾ തലേ ദിവസം പഠിപ്പിച്ച 2 കൂട്ടുകാരുണ്ടായിരുന്നു. 2 കുട്ടികൾ അടുത്ത് വന്നു. അവിടെ പഠിപ്പിച്ചു വെച്ചൊരു പാട്ടുണ്ടായിരുന്നു. അടികൾ ഇട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്നെ വീടിലും സകനശ്രദ്ധരായി നമ്മൾ തന്നെ നിൽക്കണം. CP തന്നെ വന്നു നിന്നു വലിയ തോക്ക് വ്യക്തിയിലും അടികൾ ഇട്ടികൾ വെട്ടികൾ പൊട്ടികൾ മേത്തു തന്നെ വീടിലും സകന സമര ശ്രദ്ധരായി നമ്മൾ തന്നെ നിൽക്കണം. സാർ ഇറങ്ങടാ പുറത്ത്. SI പപ്പുപിള്ള കയറി വാട ഇവിടെ. അന്ന് സ്ഥലം വിട്ടതാണ്. അങ്ങനെ വിദ്യാഭ്യാസം പോയി. പിന്നെ വായിച്ച് തെക്കൻ തിരുവിതാംകൂർ സന്യാസ മഠങ്ങളൊക്കെ സഞ്ചരിച്ച് ചിന്മയാനന്ദൻ്റെ ആനന്ദാശ്രമവും അതും ഇതൊക്കെ സന്ദർശിച്ച് കുറേ കാലം കഴിഞ്ഞുകൂടിയിട്ട് പിന്നെയും വന്ന് പുരോഗമന സാഹിത്യം വായിച്ചു. അങ്ങനെ സാഹിത്യം വായിച്ച് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി ആദ്യം മാറി, പാർട്ടി പ്രവർത്തകനായി പിന്നെ മാറി. അന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു ജീവിച്ചാൽ കൈകൾ നീട്ടിപ്പിടിച്ചു കുത്തിയിറക്കി പേന ഊറി വന്നു ചോര. 25ാമത്തെ വയസ്സിൻ്റെ ചൂരുള്ള 23ാമത്തെ വയസ്സിൻ്റെ ചൂടും ചൂരുമുള്ള ചോര ഊറി വന്നു ചുവന്ന ചോര എഴുതി വെച്ചു. ജീവിച്ചാൽ മാക്സിന് വേണ്ടി, പ്രവർത്തിച്ചാൽ മാക്സിസത്തിന് വേണ്ടി, മരിച്ചാൽ മാക്സിസത്തിന് വേണ്ടി. ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസം ഞാൻ പ്രചരിപ്പിച്ചു. അനേക യുവാക്കന്മാരെ കമ്മ്യൂണിസത്തിലേക്ക് നയിച്ചു. ഞാൻ സഖാവെന്നാണ് അവിടെ അറിയപ്പെട്ടത്. എല്ലാവർക്കും എന്നെ അറിയാം. പ്രിയ സഹോദരന്മാരെ, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന M കൃഷ്ണൻ സമീപകാലത്താണ് മരിച്ചത്. ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്നപ്പോൾ കൃഷ്ണൻ സാർ എന്നെ വിളിച്ചു. കൃഷ്ണൻകുട്ടി നല്ലൊരു ഭാവി ഉള്ളത് കളഞ്ഞല്ലോ എന്ന്. കൊച്ചുമണി MLA അദ്ദേഹം വിളിച്ചു. നല്ലൊരു ഭാവി ഉള്ളത് കളഞ്ഞല്ലോ. വർക്കല രാധാകൃഷ്ണൻ ഒരു നല്ല ഭാവി കളഞ്ഞല്ലോ. എന്തിന് ക്രിസ്ത്യാനിയായി ഇവരുടെ കൂടെ പോയി? അതെല്ലാം ചോദിച്ചു. പക്ഷേ പ്രിയ സഹോദരന്മാരെ, പിന്നെ ഒരിക്കൽ കൂടെ യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ടെന്ന് പറഞ്ഞവനാണ് ഞാൻ. യേശു കച്ചവടക്കാരായ ഇംഗ്ലീഷുകാർ കപ്പലിൽ കയറ്റി ഇറക്കുമതി ചരക്കായ ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി തിരിച്ചയക്കുമെന്ന് എനിക്ക് അറിവിച്ച കാലം മുതൽ ക്രിസ്ത്യാനികൾക്കെതിരെ പറഞ്ഞവരാണ്. ക്രിസ്തുവിനെ എതിർക്കുന്ന ശത്രുക്കളിവിടെ വരാത്ത കാലത്താണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ 1957 ഒടുക്കത്തെ നാളിൽ യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ടെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ച് പറഞ്ഞിട്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചു. ഞാൻ തലവേദന മാറി ക്രിസ്ത്യാനി ആയതല്ല.
വയറ്റുവേദന മാറി ക്രിസ്ത്യാനിയതല്ല. അതുകൊണ്ട് ആവശ്യം എനിക്കില്ലായിരുന്നു. നേരെ മറിച്ച് സമൂഹത്തിൽ അംഗീകാരം കിട്ടാനുമല്ല, അതിനു വേണ്ടിയല്ല. എനിക്ക് പാർട്ടിയോട് നല്ല ബന്ധമുണ്ടായിരുന്നു, അവിടെ അറിയപ്പെടുന്ന ഒരു സഖാവായിരുന്നു ഞാൻ. പക്ഷേ ഒരു കാര്യം, ഞാൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത്, ഞാൻ വേണ്ടെന്ന് ഏതൊരു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുവോ അവനോട് ആളറിയാതെ, ഞാനത് മറ്റൊരു ഭാഷയിലാണ് പറയുന്നത്, ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയതാണ്. ഞാൻ വിചാരിച്ച അച്ഛൻ്റെ മകനല്ലേ, ആശാരിയുടെ മകനല്ലേ ഒരു കൈ നോക്കാമെന്ന്. എൻ്റെ അച്ഛന് വലിയ കളറിയുണ്ട്, അതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ അച്ഛനോട് ഒരു കൈ ഏറ്റുമുട്ടാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ ആളറിയാതെ ഇവനെ മനുഷ്യ, ഇവനാണെന്നൊക്കെ പറഞ്ഞ് ഒടുവിലായി യേശു ക്രിസ്തുവിനെ വിപ്ലവകാരി എന്നൊക്കെ ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അതും കളഞ്ഞു വെച്ച് വേശ്യയുടെ മകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്ത്യാനികളെ തോൽപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചു. പക്ഷേ വായിച്ചപ്പോൾ ഓരോ പുസ്തകം വായിച്ചിട്ട് ഒരു പറയാത്ത വിമർശനം ഞാൻ എഴുതി വെച്ചു. പക്ഷേ ഒടുവിൽ യോഹന്നാനിയുടെ സുവിശേഷത്തിൻ്റെ ആമുഖത്തിൽ വന്നു. ആ പ്രൗഢഗംഭീരമായ ആമുഖം എന്നെ പിടിച്ചു നിർത്തി. അതിൻ്റെ പ്രൗഢഗംഭീരമായ ആമുഖം വായിച്ചപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുവരെ ക്രിസ്തുവിനെ നിന്ദിച്ചും പരിഹസിച്ചും ഒക്കെ വന്ന ഞാൻ ഇവൻ ഏതോ പ്രത്യേകതയുള്ളവനാണെന്ന് തിരിച്ചു മറിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിച്ചത് മാത്രമല്ല, അത് കാണാപ്പാടമാക്കി. ഇപ്പോൾ കുറേയൊക്കെ മറന്നുപോയി, എങ്കിലും അത് കാണാപ്പാടമാക്കി. അവിടെയെല്ലാം ഞാൻ ആകുന്നു എന്നുള്ള അവകാശ പ്രഖ്യാപനം എൻ്റെ ശ്രദ്ധയിൽ മുഴങ്ങിക്കേട്ടു. ആ ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കൽ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമെന്ന് നിർബന്ധമായി. സ്വപ്നം ഞാൻ വിശ്വസിക്കുകയില്ല, ഇന്നും വിശ്വസിക്കുകയില്ല, ദർശനം വിശ്വസിക്കുകയില്ല, അത്ഭുത രോഗശാന്തിയിൽ ഒന്നും ഒരു വിശ്വാസവുമില്ല. ഞാൻ യേശു ക്രിസ്തുവിനോട് തോറ്റ് പരാജയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ ഈ യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി കടൽ കടത്തുമെന്ന് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ കർത്താവ് നിന്നേക്കാൾ വമ്പന്മാർ കൊമ്പരച്ച് നോക്കി പരാജയപ്പെട്ടതാണ്. ഞാൻ നിന്റെ ഹൃദയത്തിലാണ് കയറിപ്പറ്റുന്നത്, എന്നാൽ എന്നെ ഒന്ന് കടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ട. അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു ശബ്ദം, നീ പോയി പ്രസംഗിക്കുക എന്നെ. അതുകൊണ്ടാണ് പേര് മാറാതെ, മതം മാറാതെ, ഏത് സഭയിലും ചേരാതെ ഈ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്. പിന്നെ അങ്ങനെ കുറച്ചു കാലം 3 വർഷം പ്രസംഗിച്ച് നടക്കവേ ഈ പള്ളി മതത്തോട് എനിക്ക് അല്പം ഒരു വിദഗ്ധി വന്നു. പള്ളിക്കാരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, പടുകുറ്റൻ പള്ളികൾ, നാട്ടുകാരകൾ, കുരിശികൾ, കപ്പേളകൾ, കുട്ടികൾ, കുട്ടിമരങ്ങൾ, ഇതെല്ലാം നിറഞ്ഞ പള്ളികൾ യേശു ക്രിസ്തു പറഞ്ഞ ഉണ്ടായതല്ല. പിന്നെ ക്രിസ്തു മതസ്ഥാപകനുമല്ല, പിന്നെ ആരാണ്? അങ്ങനെ പറഞ്ഞ് ഞാൻ പിന്നെയും ക്രിസ്തുവിനെ തന്നെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പള്ളി മതം എന്ന് പറയുന്നത് ക്രിസ്തു മതമല്ല എന്ന്, ക്രിസ്തു മതസ്ഥാപകനുമല്ല എന്ന് പറഞ്ഞു. ക്രിസ്തു സമ്പൂർണ്ണ വിപ്ലവകാരിയാണ്. മതത്തിനെതിരെ, ആചാരങ്ങൾക്കെതിരെ, അനുഷ്ഠാനങ്ങൾക്കെതിരെ, ജാതീയതയ്ക്കെതിരെ, തൊഴിൽ വ്യവസ്ഥയ്ക്കെതിരെ, കൂലി വ്യവസ്ഥയ്ക്കെതിരെ തിരിഞ്ഞ ആജന്മ വിപ്ലവകാരിയാണ് ഒരു പുസ്തകം എഴുതി. യേശു ക്രിസ്തു സമ്പൂർണ്ണ വിപ്ലവകാരി. പ്രിയസംഖ്യ, അത് അനേകായിരം കോപ്പികൾ കേരളത്തിൽ പലയിടത്തും ചിലവായി. ആ പുസ്തകമാണ് സത്യാനന്ദ സരസ്വതി വായിച്ചിട്ട് ഇവനെ തലവെട്ടാൻ ആളില്ലേ എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ചുരുക്കി പറഞ്ഞാൽ, ഇതുപോലെ അനുഗമിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ അനുകരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആദരിക്കാൻ കൊള്ളാകുന്ന, ഇതുപോലെ ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരു പുരുഷവിശേഷം അവനിൽ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്നത്. ഒരിക്കൽ കൂടെ നീട്ടിപ്പിടിച്ചു എൻ്റെ കൊച്ചു കൈകൾ, കുത്തിയിറക്കി പേന എഴുതി വെച്ചു. ആ ചോര കൊണ്ട് ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ആ മുദ്രാവാക്യമാണ് ആവേശം തരുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തു ബത്ലഹേമിൽ പുത്തൊട്ടി ജനിച്ച മറിയത്തിന്റെ മകൻ വിശ്വാസത്താൽ നിങ്ങളുടെ മനത്തൊട്ടിൽ ജനിക്കണം. കാൽവറിയിലെ ക്രൂശിൽ മരിച്ച ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർക്കണം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉരുവാകണം. അങ്ങനെ സത്യക്രിസ്ത്യാനികളായി നിങ്ങൾ തീരണം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു ഉള്ളവനാണ് യഥാർത്ഥ വിപ്ലവകാരി. ആജന്മ വിപ്ലവകാരിയായ ക്രിസ്തുവിന്റെ വിപ്ലവ ചോരയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആജന്മ വിപ്ലവകാരിയാണ് ഓരോ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ എന്ന് പറഞ്ഞു. അവിടുന്ന് ഒരു മതമല്ല, മാർഗമാണ് ഉണ്ടാക്കിയത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി, ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന വഴി, ജീവനുള്ള വഴി, അത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ സ്വീകരിച്ച് ഈ കർത്താവിനുള്ളവരായി തീരുവാൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കർത്താവിനെ ഇതുവരെയും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ പ്രിയ സഹോദരന്മാരെ, പാർട്ടിയെ സ്നേഹിച്ചും ഇസത്തെ സ്നേഹിച്ചും പോയാൽ, നേതാക്കന്മാർക്ക് ഇംഗുലാബ് സിന്ദാബാദ് പറഞ്ഞാൽ ഇന്ന് കിട്ടും പൂമാല, പൂഴ്മാല, നോട്ടുമാല, നാളെ കിട്ടും ചീമുട്ട, ചെരുപ്പുമാല, ചീഞ്ഞതക്കാളി. പക്ഷേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിന്ദ, പരിഹാസം ഇതൊക്കെയുണ്ട്. നാളെയുടെ നാളുകളിൽ നിങ്ങൾക്ക് യേശുക്രിസ്തു നിങ്ങളുടെ രക്ഷിതാവായി അനന്തതയിൽ അവനോടുകൂടെ അനുഗ്രഹീതനായ ഗുരുവിനെ പോലെ അംഗീകരിക്കാൻ കൊള്ളാകുന്ന ഒരുത്തനില്ല. അതുകൊണ്ട് ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി പാപമോചനം, നിത്യജീവൻ, അനന്തതയുടെ പ്രാപ്തി എല്ലാം ഉള്ള പ്രത്യാശയുള്ളവരായി തീരുവാൻ ദൈവം ഏവരെയും